മലയാളി വീടിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ വാഴക്കായ കൊണ്ട് തയ്യാറാക്കിയെടുക്കുന്ന ഒരു ഒഴിച്ചുകറിയുടെ റെസിപ്പിയാണ് കാണിക്കുന്നത്. ഇത് തയ്യാറാക്കാനായിട്ട് വളരെ ഈസിയാണ്, അതുപോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്. അപ്പോൾ ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ 2 വാഴക്കായാണ് എടുത്തിട്ടുള്ളത്. ഇത് തൊലിയെല്ലാം കളഞ്ഞിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇതിൽ കറയുള്ളത് കൊണ്ട് വെള്ളത്തിലേക്ക് അരിഞ്ഞിടാം. വെള്ളത്തിലേക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. തൊലിയെല്ലാം കളഞ്ഞ് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് ഞാൻ കുക്കറിലാണ് വേവിച്ചെടുക്കുന്നത്. അതിനായിട്ട് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇതിലേക്ക് കുറച്ച് പൊടികളും കൂടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി. ഞാനിവിടെ കാശ്മീരി മുളക് പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഒരു 1/2 ടീസ്പൂൺ പെരിഞ്ജീരക പൊടിയാണ് ചേർക്കുന്നത്. ഇതിലേക്ക് വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കുകയാണ്. 2 ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട്. ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർക്കാം. എന്നിട്ടിത് നല്ല പോലെ ഒന്ന് വേവിച്ചെടുക്കണം. കുക്കറിൽ തന്നെ വേവിക്കണമെന്നില്ല, അല്ലാതെ വേവിച്ചെടുത്താൽ മതി. കുക്കറിലാണെങ്കിൽ പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടും. ഞാനിത് ഹൈ ഫ്ലെയിമിൽ 1 വിസിലും ലോ ഫ്ലെയിമിൽ 2 വിസിലും കണക്കിനാണ് വേവിച്ചെടുക്കുന്നത്. ഇത് വെന്ത് വരുന്ന സമയം കൊണ്ട് കറിക്ക് വേണ്ടിയിട്ടുള്ള അരപ്പ് റെഡിയാക്കി വയ്ക്കാം. അതിനായിട്ട് 1/4 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 2 വെളുത്തുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തതും 1/2 ടീസ്പൂൺ ജീരകം കൂടി ചേർത്ത് കൊടുക്കുകയാണ്. കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് നല്ല പോലെ അരച്ചെടുക്കാം. അപ്പോൾ ഇത് അരപ്പ് റെഡി ആയിട്ടുണ്ട്. വാഴക്കായ നല്ല പോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റുകയാണ്. അങ്ങനെ മാറ്റണമെന്നില്ല, കുക്കർ ചെറുതായത് കൊണ്ടിട്ടാണ് മാറ്റുന്നത്. നമ്മൾ വേവിച്ചെടുക്കുന്ന ആ ഒരു പാത്രത്തിൽ തന്നെ വെച്ചിട്ട് റെഡിയാക്കി എടുത്താൽ മതി. ഇതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിതിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളം കൂടി ചേർക്കുന്നുണ്ട്. എന്നിട്ട് നല്ല പോലെ മിക്സ് ചെയ്യുക. ഇതിപ്പോൾ ഹൈ ഫ്ലെയിമിൽ വയ്ക്കാം. നന്നായിട്ട് തിളച്ച് വന്നിട്ട് മീഡിയം ഫ്ലെയിമിലാക്കി വെച്ച് നല്ല പോലെ ഒന്ന് കുറുക്കിയെടുക്കണം. കറി തിളച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് മീഡിയം ഫ്ലെയിമിലാക്കി അടച്ച് വെച്ച് വേവിക്കാം. കറി ഇപ്പോൾ കുറച്ചൊന്ന് കുറുകി വന്നിട്ടുണ്ട്. ഈ ഒരു ടൈമിൽ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടി ചേർക്കുന്നുണ്ട്. കറി ഇപ്പോൾ തിക്കായിട്ടുണ്ട്, ഇത്രയും മതിയാവും. ഇനി ഇതിലേക്ക് ലാസ്റ്റ് ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. അതും കൂടി ചേർത്ത് നല്ല പോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയും മതിയാവും. ഇനി ഇതിലേക്ക് താളിച്ച് ചേർക്കണം. അതിനായിട്ട് ഒരു പാനിലേക്ക് ആദ്യം 1 ടേബിൾ സ്പൂൺ എണ്ണ ചേർക്കാം. എണ്ണ ചൂടായി വരുമ്പോഴത്തേക്കും 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 3 വറ്റൽമുളക് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഒരു 4 ചെറിയ ഉള്ളി വട്ടത്തിന് അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം. ചെറിയ ഉള്ളി ഒന്ന് ബ്രൗൺ കളറായി വരുമ്പോഴത്തേക്കും ഇതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി നല്ല പോലെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കണം. ഇനി ഇത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ല സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു കറിയാണ്. എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കുകൾ അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.